ഈ അപകടം കൊണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നം നിലവിലുണ്ടായിരിക്കുന്നത് ഇതിനകത്ത് 10-20 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് തരികളെല്ലാം തീരപ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. സമുദ്രത്തിലെ എല്ലാ ജീവികളും, ഒട്ടുമിക്ക ജീവികളും ഇതിനെ ആഹാരമാക്കുകയും ചെയ്യും. അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറുമ്പോഴാണ് ഇത് കുറച്ചും കൂടി പ്രശ്നകാരികളാകുന്നത് എന്നുള്ളതാണ്. അതുവഴി രാസവസ്തുക്കൾ മത്സ്യങ്ങളിലേക്ക് എത്താം, മത്സ്യങ്ങൾ കഴിക്കുന്ന മനുഷ്യരിലേക്ക് കൂടിയ അളവിലെത്താം. എന്ത് അപകടം നടന്നാലും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് മാനിക്കാഞ്ഞതിന്റെയാണ് ഇപ്പൊ അതിന്റെ ദുരന്തം പേറുന്നത് മത്സ്യത്തൊഴിലാളികൾ. തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരം സംവിധാനങ്ങളിൽ വേണ്ടത് ആദ്യത്തെ ട്രാൻസ്പാരൻസി എന്നൊരു ഘടകമുണ്ട്. ആ സുതാര്യത ഇതിനകത്ത് വരേണ്ടതാണ്. കഴിഞ്ഞ മെയ് 25-ന് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി തീരത്ത് നിന്നും 30 കിലോമീറ്റർ അകലെ കടലിൽ ഒരു ചരക്ക് കപ്പൽ മുങ്ങി. 644 കണ്ടെയ്നറുകളോടെയാണ് കപ്പൽ മുങ്ങിയത്. ഈ കണ്ടെയ്നറുകളിൽ പലതിലും അപകടകരമായ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. കപ്പലിൽ നിന്ന് ലീക്കേജ് ഒന്നും ഉണ്ടായില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലെ ആശങ്കകൾ എന്തൊക്കെയാണ്? കൂടാതെ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കരയിലും കടലിലും ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? കടലിലെ ജൈവ വൈവിധ്യ സംരക്ഷണം കരയിലെ ജീവന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ്? നമസ്കാരം. സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസ് പുതിയ VC പ്രൊഫസർ എ ബിജുകുമാർ ആണ് ഇന്ന് സയൻസ് ടോക്കിൽ അതിഥി. നിലവിൽ കേരള സർവകലാശാലയിൽ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് മേധാവിയും സയൻസ് ഡീനും കൂടിയാണ്. മുൻപ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയിൽ സയൻറ്റിഫിക് ഓഫീസറും കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് ഓഫീസറും മെമ്പർ സെക്രട്ടറി ഇൻചാർജും ആയിരുന്നു. 2024 സ്റ്റാൻഫോർഡ് എൽസെവിയർ പട്ടികയിൽ ജന്തുശാസ്ത്രം, സമുദ്രജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ അംഗവും ആണ്. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം പ്രൊഫസർ. മെയ് 24-ന് മുങ്ങി തുടങ്ങിയ കപ്പൽ 25-ന് പൂർണ്ണമായും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങി. ഇതിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണെന്ന് അന്ന് പറഞ്ഞില്ല. പെട്ടെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ മെയ് 27-ന് പുറപ്പെടുവിച്ച ഓർഡറിലാണ് ഇതിനകത്ത് കാൽസ്യം കാർബൈഡ്, ഇത്രയും ഹെവി ഫ്യൂവൽ ഓയിലൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇത് കടലിനെയും നമ്മുടെ കരയുമൊക്കെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഇതിനകത്ത് ആദ്യം പറയേണ്ടത് ഈ ചരക്ക് കപ്പൽ അപകടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആദ്യമാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. ഒന്ന്, ലോകത്തെ തന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ 90% കടൽ വഴിയാണ്. അപ്പോൾ ഇത്രയധികം പുതിയ ഹാർബറുകൾ വരികയും പുതിയ സാമ്പത്തിക വികസനം ലോകത്തിൻ്റെ എമ്പാടും നടക്കുകയും ചെയ്യുമ്പോൾ ഇനിയും ഭാവിയിലും ഈ ചരക്ക് ഗതാഗതം പ്രധാനമായും കടലിനെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അപകടത്തിന് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് മുൻകരുതലുകളാണ് ഇത്തരം ചരക്ക് ഗതാഗതത്തിന് കൈക്കൊള്ളേണ്ടത് എന്നുള്ളൊരു കാര്യവും കൂടി ഇതിനകത്ത് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ആദ്യം വേണ്ടത്, ഇത്തരം ഒരു അപകടം നടക്കുമ്പോൾ എന്ത് മുൻകരുതലെടുക്കണമെങ്കിലും ആദ്യം വേണ്ടത് കണ്ടെയ്നറുകളിൽ എന്തുണ്ട് എന്നറിയുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം അപകടം നടക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ആദ്യം ചെയ്യുന്നത് കണ്ടെയ്നറുകളുടെ അകത്ത് എന്ത് വസ്തുക്കളാണുള്ളതിന് കൃത്യമായ ഒരു ധാരണയാണ്. അത് കുറച്ച് വൈകി എന്നുള്ളതാണ് ശരി. ഇപ്പം നമുക്ക് ഈ കണ്ടെയ്നറുകളുടെ ലിസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2-3 തരം വസ്തുക്കളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ഒന്ന് സൾഫർ കുറച്ചുള്ള ഓയിലാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഡീസലാണ്. പിന്നെ എൻജിൻ ഓയിൽ അതിനകത്തുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റു പല വസ്തുക്കളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോട്ടൺ ഉണ്ടായിരുന്നു, തടികളുണ്ടായിരുന്നു, കശുവണ്ടി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്നതാണ് പ്ലാസ്റ്റിക് നഡിൽസ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് തരികൾ ഉണ്ടായിരുന്നു. വിഷാംശമുള്ള വസ്തുക്കളുണ്ടായിരുന്നു. ആദ്യം കാൽഷ്യം കാർബൈഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഹൈഡ്രസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും കൂടി പല കണ്ടെയ്നറുകളിലും 15ഓളം കണ്ടെയ്നറുകളിൽ അതുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലുള്ള രാസവസ്തുക്കൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അപകടം നടക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രിപ്പയർഡാണ്. ഉദാഹരണം, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം എണ്ണ മലിനീകരണം എന്ന് പറയുന്ന പ്രശ്നം വളരെ കാലം മുതൽ തന്നെ ആഗോളതലത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്.
ഇന്ത്യയിൽ തന്നെ ഈ ഒരു എണ്ണ മലിനീകരണം നടന്നാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോക്കോളുണ്ട്. ഇത് നമ്മൾ SOP എന്ന് പറയും, സ്റ്റാൻഡർഡൈസ്ഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറയും. അതായത് എങ്ങനെ ഇത് നടന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങളെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന കാര്യമാണ് SOP എന്ന് പറയുന്നത്. അങ്ങനെ SOP നമുക്കുണ്ട്. ഇത് നടപ്പിലാക്കാനുള്ള ഏജൻസികളെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ എവിടെയും ഒരു എണ്ണ മലിനീകരണം നടന്നാൽ അത് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യേണ്ടത് കോസ്റ്റ് ഗാർഡാണ്. കോസ്റ്റ് ഗാർഡിന് ഇതിന് വേണ്ടിയിട്ടുള്ള കപ്പലുകളും വിമാനങ്ങളും ഒക്കെ, നിരീക്ഷണ വിമാനങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയും സംഭവിച്ചത് ഒരു മലിനീകരണം, ഈ കപ്പലപകടം നടക്കുമ്പോൾ എണ്ണ മലിനീകരണം തടയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യത്തിൽ ഈ ഇന്ധനത്തിൻ്റെ ടാങ്ക് ലീക്കായിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ എണ്ണ മലിനീകരണം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത്, വ്യാപിക്കാതെ തടയുക എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് എണ്ണ വ്യാപിക്കുന്നത് തടയുക എന്നുള്ളതാണ്. ആ കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, എണ്ണ പലപ്പോഴും ഉപരിതലത്തിലൊരു ചെറിയ പാടം പോലെ ഉണ്ടാവുകയുള്ളൂ. അത് പലപ്പോഴും ബാഷ്പീകരിച്ച് പോകുന്ന ഒരു വസ്തുവും കൂടിയാണ്. പിന്നെ കുറച്ച് എണ്ണ മാത്രമാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇത് കടലായതുകൊണ്ട് തന്നെ ഒരുപാട് ഡൈല്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ ഒരു വലിയ ഭീഷണിയായിട്ട് ഇപ്പോൾ തൽക്കാലം കാണേണ്ടതില്ല. പക്ഷേ അവ മാത്രമല്ല, കുറേ എണ്ണ കണ്ടെയ്നറുകൾ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഈ കണ്ടെയ്നറുകൾ കുറേ എണ്ണം കരയിൽ അടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതിനകത്ത് വിഷാംശമുള്ള കണ്ടെയ്നറുകളുമുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ കപ്പൽ കിടക്കുന്ന ഒരു പൊസിഷനും കപ്പൽ ആ ചരിഞ്ഞ അതേ പൊസിഷനിൽ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് പുതിയ നിരീക്ഷണങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. അതുമാത്രമല്ല, അതിനകത്തുള്ള കണ്ടെയ്നറുകളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ട്. ഈ കണ്ടെയ്നറുകൾ നമുക്ക് കടലിനടിയിൽ നിന്ന് തന്നെ അതിനകത്തുനിന്ന് എണ്ണ പുറത്തെത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. അത് കണ്ടെത്താനുള്ള റിമോട്ട്ലി ഓപ്പറേറ്റഡ് റോബോട്ടുകളുണ്ട്. ഇതെല്ലാം അവിടെ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ വെല്ലുവിളികൾ മറ്റു പലതുമാണ്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ വിഷാംശം ഉള്ള രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു അന്തർദേശീയ കപ്പൽ ഗതാഗത ചരക്ക് ഗതാഗത നിയമം അനുസരിച്ചിട്ട് ഇത്തരം കണ്ടെയ്നറുകളെല്ലാം വളരെ സേഫായിട്ട് സീൽ ചെയ്തവയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ 2 കണ്ടെയ്നറുകൾ ഉണ്ടാകും, അത് കൃത്യമായിട്ട് സീൽ ചെയ്യപ്പെട്ടവയാണ്. ഇതിനകത്തുനിന്ന് മലിനീകരണം ഉണ്ടാകാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിന് ചെയ്യേണ്ടത് ഈ കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. നമുക്ക് ഡ്രോൺ നിരീക്ഷണം നടത്താം. അണ്ടർ വാട്ടർ ഡ്രോണുകളുണ്ട്, അത് ഉപയോഗിച്ച് നിരീക്ഷണം നടത്താം. അത് നിരീക്ഷണം നടത്തുകയും അതിനെ കരക്കെത്തിക്കുകയും, അല്ലെങ്കിൽ കരക്കെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വളരെ സേഫായിട്ട് അതിനകത്തുള്ള രാസവസ്തുക്കൾ പുറത്തെത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടുന്നൊരു പ്രൊസീജിയർ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചലഞ്ച് അതാണ്. ഈ കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക, അതിൽ നിന്ന് രാസവസ്തുക്കൾ പുറത്തെത്തിക്കാൻ, അടിയിൽ വെച്ച് തന്നെ പുറത്തെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് ചെയ്യാനുള്ള മുൻകരുതലെടുക്കുക. ഇല്ലെങ്കിൽ ഇവയെ കരയ്ക്ക് എത്തിച്ച് ഈ കണ്ടെയ്നറുകൾ സേഫാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിനൊക്കെ ഈ കപ്പൽ കമ്പനി എത്രമാത്രം ചുമതല നിർവഹിക്കുന്നുണ്ട്? സ്വാഭാവികമായിട്ട് ഈ ഇത്തരം മലിനീകരണം നടന്നാൽ ഏത് കണ്ടെയ്നറുകളും കൊണ്ടുപോകുന്ന രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കൊണ്ടുപോകുന്ന കമ്പനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്. ആ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇതൊരു അന്തർദേശീയ നിയമം അനുസരിച്ച്, ഇത് അന്തർദേശീയ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. ഇത് നമ്മുടെ ഒരു രാജ്യത്ത് നടന്നാൽ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിനും അതിനകത്ത് കേസുകൾ എടുക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അർഹതയുണ്ട്, അതിൻ്റെ ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം, ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന പ്രധാനമായിട്ടും മത്സ്യമേഖലയ്ക്കാണ്. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടെയ്നറുകൾ ഇതൊരു വലിയ ദുരന്തമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് രാസവസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുമുള്ള മേഖലയിൽ മത്സ്യബന്ധനം കുറച്ചു കാലമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാലത്തേക്ക് അങ്ങ് നിരോധിച്ചിരിക്കുകയാണ്. അതൊരു മുൻകരുതലാണ്. സ്വാഭാവികമായിട്ട് ആ മുൻകരുതൽ 30 കിലോമീറ്റർ ചുറ്റളവിലാണ് അതൊരു മുൻകരുതലാണ്. ആ മുൻകരുതൽ എപ്പോഴും വേണമെന്നുള്ളതാണ്. കാരണം അതിനകത്ത് രാസവസ്തുക്കളുണ്ട്. അതിൻ്റെ ഒരു ഫെയ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രിക്കോഷണറി അപ്രോച്ച് എന്നുള്ള രീതിയിൽ അത് വേണം. ഈ കണ്ടെയ്നർ റിക്കവർ ചെയ്യാൻ എത്ര കാലതാമസം നേരിടും? അത് കണ്ടെയ്നറിൻ്റെ ഓരോ കണ്ടെയ്നർ എവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ കേരള തീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ മൺസൂൺ കാലമാണ്. ഏറ്റവും അധികം ഡ്രിഫ്റ്റ് നടക്കുന്ന, അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ വളരെ ശക്തമായിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞതിന് ശേഷം 2 ദിവസം കൊണ്ട് കണ്ടെയ്നറുകളെല്ലാം കൊല്ലത്തും തിരുവനന്തപുരത്തും എത്തിച്ചേരുന്നത് ഡ്രിഫ്റ്റ് കൊണ്ടാണ്.
വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ പിന്നെ ഈ ഡ്രിഫ്റ്റിന്റെ രീതിയാണ്. ഇപ്പോൾ നമുക്ക് മൺസൂൺ കാലം കഴിഞ്ഞാൽ കാറ്റ് തെക്കോട്ട്, നമ്മൾ തെക്കൻ കാറ്റ് നോക്കുകയാണെങ്കിൽ ലളിതമായിട്ട് മലയാളത്തിൽ പറയാം. ഇപ്പോൾ കാറ്റ് തെക്കോട്ടാണ്, അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങളും തെക്കോട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ തെക്കോട്ട് ഇത് എത്തിച്ചേർന്നത്. അത് തമിഴ്നാട് തീരത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ ഡ്രിഫ്റ്റ് കുറച്ച് ശ്രീലങ്കയുടെ തീരത്തേക്കാണ്. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് പോകാതെ ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്ന പവിഴപ്പുറ്റുള്ള മേഖലയിലേക്ക് പോകാതെ അത് തിരിച്ച് ശ്രീലങ്കൻ തീരത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുമാനം. അങ്ങനെയാണ്, കാരണം ഡ്രിഫ്റ്റിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. ഈ കേരളം ഒരു അപ്വെല്ലിംഗ് മേഖലയാണ്. അപ്വെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് നമുക്കിവിടെ ഏറ്റവും അധികം പോഷക സമ്പന്നമായ ഒരു തീരപ്രദേശമാണ് നമുക്കുള്ളത്. അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കാറ്റിൻ്റെ ദശയ്ക്കനുസരിച്ചിട്ട് നല്ല തണുത്ത പോഷക സമ്പന്നമായ വെള്ളം നമ്മുടെ തീരത്ത് ഉയർന്നു പൊങ്ങുകയാണ്. ഈ അപ്വെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് ഏതാണ്ട് മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു അപ്വെല്ലിംഗ് മേഖല ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡ്രിഫ്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. സമുദ്രജല പ്രവാഹങ്ങളുടെ പ്രത്യേക വഴിയുണ്ടാവും. അപ്പോൾ ആ വഴിക്കനുസരിച്ചിട്ടാണ് ഇപ്പോൾ തെക്കോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പ്രശ്നം നമുക്കൊരു ഒക്ടോബർ ആകുമ്പോൾ ഈ കാറ്റ് വടക്കൻ കാറ്റായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ അപകടം കൊണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നം നിലവിലുണ്ടായിരിക്കുന്നത് ഇതിനകത്ത് നിരവധി കണ്ടെയ്നറുകൾ 10-20 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് തരികളെല്ലാം തീരപ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വ്യാപകമായിട്ട് കന്യാകുമാരി വരെ വ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രമാണ് തീരപ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ബാക്കിയുള്ളത് മുഴുവൻ കടലിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ഡ്രിഫ്റ്റിങ് തെക്ക് വടക്കായിട്ട് കണ്ടിന്യൂ ചെയ്യും. അത് വളരെ കാലം കാണും. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. സാധാരണഗതിയിൽ നമ്മളിതിനെ ശാസ്ത്രീയമായിട്ട് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയും. മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രാഥമിക മൈക്രോ പ്ലാസ്റ്റിക്കാണ്. കാരണം ഈ പ്ലാസ്റ്റിക് തരികൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനാണ്. ഉദാഹരണം, നമ്മൾ കൊണ്ടുപോകുന്ന ക്യാരി ബാഗ്, ബോട്ടിലുകൾ, പെറ്റ് ബോട്ടിലുകൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് തരിയായിട്ട് തന്നെ നിർമ്മിച്ചെടുക്കുന്നവയാണ് പ്ലാസ്റ്റിക് തരികൾ. അതുകൊണ്ടാണ് മൈക്രോ പ്ലാസ്റ്റിക്, പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടലിലുള്ള പ്രശ്നം, ഇതൊരു പ്ലാസ്റ്റിക് വസ്തു ആയതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വർഷങ്ങൾ ഒരു വ്യത്യാസവും ഇല്ലാതെ അവിടെ കിടക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. ഇത് പല സ്ഥലങ്ങളിലേക്ക് ഈ കടലിൻ്റെ പ്രവാഹങ്ങളോടൊപ്പം യാത്ര ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. സമുദ്രത്തിലെ എല്ലാ ജീവികളും, ഒട്ടുമിക്ക ജീവികളും ഇതിനെ ആഹാരമാക്കുകയും ചെയ്യും. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ മനുഷ്യരിലേക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് വേണ്ടുന്നൊരു പ്രശ്നം, ഇത് പെട്ടെന്നൊരു മത്സ്യം കഴിച്ചാൽ അത് മരണപ്പെടണമെന്നില്ല. വളരെയധികം ക്വാണ്ടിറ്റിയിൽ വന്നാൽ മാത്രമാണ് ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിട്ട് മരണം സംഭവിക്കുന്നത്. പ്രശ്നം അതല്ല, പ്രശ്നം ഈ ജീവികളുടെയൊക്കെ ശരീരത്തിൽ ഇത് നിലനിൽക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറേ രാസവസ്തുക്കളുണ്ട്. ഉദാഹരണം, പ്ലാസ്റ്റിക് എന്നുള്ള വസ്തുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനെ മൃദുവാക്കാനും നിറം കൊടുക്കാനും ഒക്കെ ഒരുപാട് രാസവസ്തുക്കൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിന് മൃദുവാക്കാനായിട്ട് ചേർക്കുന്നത് പ്രത്യേകിച്ചും പ്ലാസ്റ്റിസൈസറുകളാണ്. അതിനകത്ത് ബിസ്ഫിനോൾ എ എന്ന് പറയുന്നൊരു വസ്തുവുണ്ട്, താലൈറ്റുകൾ എന്ന് പറയുന്ന വസ്തുക്കളുണ്ട്. ഇത് രണ്ടും പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നവയാണ്. അപ്പോൾ ഈ രാസവസ്തുക്കളൊക്കെ തന്നെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ദീർഘകാലം സമുദ്രജലത്തിൽ കിടക്കുമ്പോൾ ഇതെല്ലാം ചെറിയ കണങ്ങളായിട്ട് മാറും. വളരെ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകൾ, നമ്മൾ പറയുന്ന നാനോ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറും. നാനോ പ്ലാസ്റ്റിക്കുകൾ കുറച്ചും കൂടി ഭീകരതയുള്ളതാണ്. കാരണം ഇത് വളരെ ചെറിയ അളവിൽ, സാധാരണ വലിയ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ നമ്മൾ ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിസർജ്യ വസ്തുക്കൾ വഴി പുറത്തേക്ക് പോകാം. അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറാം. അത് എല്ലാ ജീവികളിലും സംഭവിക്കുന്നുണ്ട്. ഇത് മുൻപ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക്, നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് കയറും എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകൾക്ക് ഇങ്ങനൊരു കഴിവുണ്ട്. നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ ബാരിയർ, ആ തടസ്സങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു കയറിയിട്ട് എല്ലാ വൈറ്റൽ ഓർഗൻസിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറുമ്പോഴാണ് ഇത് കുറച്ചും കൂടി പ്രശ്നകാരികളാകുന്നത് എന്നുള്ളതാണ്. അതുവഴി രാസവസ്തുക്കൾ മത്സ്യങ്ങളിലേക്ക് എത്താം, മത്സ്യങ്ങൾ കഴിക്കുന്ന മനുഷ്യരിലേക്ക് കൂടിയ അളവിലെത്താം. ഇത് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഈ മാഗ്നിഫിക്കേഷനുള്ള സാധ്യത നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഭക്ഷ്യശൃംഖലയിൽ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കും? നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിനകത്ത് ഈ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷൻ നടക്കുമ്പോഴുള്ള പല ഇതിനെ എങ്ങനെ ലഘൂകരിക്കാം, എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. കരയിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമുക്ക് എടുത്തു മാറ്റാം. അതിനാണ് ഇപ്പോൾ സർക്കാർ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എടുത്തു മാറ്റുന്നത് ഭീകരമായ ചിലവുള്ള കാര്യമാണ്. കാരണം തരിയാണ്. വലിയ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് കോരി മാറ്റാൻ എളുപ്പമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ തരി ഏതാണ്ട് 5 മില്ലിമീറ്ററിനേക്കാളും ചെറിയ തരികളാണ്. അപ്പോൾ അതിനെ എടുത്തു മാറ്റുക എന്നുള്ളത് മണലിൽ കിടക്കുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. അതിന് പുറത്ത് ഇതിനെ സക്ഷൻ ചെയ്തെടുക്കുന്ന ചില എക്യുപ്മെൻറ്റുകളോ മെഷീൻസൊക്കെ ഉണ്ട്. നമുക്കിവിടെ തൽക്കാലം അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ഇതിനെ മണ്ണിനെ അരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ മാറ്റിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചിലവേറിയ കാര്യമാണ്. ആ ചിലവ് തീർച്ചയായിട്ടും വഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇത് മലിനീകരണം നടത്തിയ കമ്പനിക്ക് തന്നെയാണ്. അവരുമായിട്ടുള്ള നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ചിലവ് അവർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതുമാത്രം പോരാ,
ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അതുകൊണ്ട് മത്സ്യം പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി അത് ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ഭീകരമായ ഒരു മാറ്റമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാത്തൊരു വിഷയവും കൂടിയുണ്ട്, അത് ടൂറിസം മേഖലയിലുള്ളൊരു മാറ്റമാണ്. ഉദാഹരണം, ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം എന്ന് പറയുന്നത് വർക്കലയും കോവളവുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും തീരം പ്രദേശങ്ങളിൽ രണ്ടും ബേത്തിങ് ബീച്ചുകളാണ്. ആൾക്കാർ കുളിക്കാനായിട്ട് വിദേശികൾ ഉൾപ്പെടെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബീച്ചാണ്. ആ രണ്ട് സ്ഥലങ്ങളിലും നിറയെ പ്ലാസ്റ്റിക് കണങ്ങളാണ്. ഇപ്പം എടുത്തു മാറ്റിയാലും കടലിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിൽ വീണ്ടും തിരിച്ചു കരയിലേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അവിടെയെല്ലാം ക്ലീൻ ചെയ്യാൻ ഉണ്ടാകുന്നൊരു ചിലവും കൂടിയുണ്ട്. ഇതെല്ലാം മൊത്തം സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്കിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യതയും കൂടി തീർച്ചയായിട്ടും മലിനീകരണം നടത്തിയ കമ്പനിയിലേക്ക് വരേണ്ടതുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരം അവരിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കരയിലടിഞ്ഞ പ്ലാസ്റ്റിക്കിനെ അല്ലേ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ടെക്നോളജി ഉള്ളൂ. ഈ കടലിലേക്ക് എന്താ ഇപ്പോൾ? കടലിൽ തൽക്കാലം ലോകത്തെവിടെയും കടലിലടിഞ്ഞ പ്ലാസ്റ്റിക് കഷ്ണങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരുന്നത് തുടർ നിരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അത് ദീർഘകാലം നമ്മുടെ കോസ്റ്റിൽ നടത്തേണ്ടി വരും. ഇപ്പോൾ കേരള സർക്കാർ അതിനുവേണ്ടിയുള്ളൊരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കുഫോസ് ഉൾപ്പെടെ CMFRA ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതിനൊരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഈ സാമ്പിളുകൾ ശേഖരിച്ച് ദീർഘകാലം ഈ മത്സ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളുടെ ഇതിനകത്തുള്ള മാലിന്യങ്ങളുടെ അളവ് പഠിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ നിരീക്ഷണം തീർച്ചയായിട്ടും ദീർഘകാലം വേണ്ടി വരും എന്നുള്ളതാണ്. പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള കണ്ടെയ്നറുകൾ അതിപ്പോൾ ലീക്കേജ് ഒന്നുമില്ല, സുരക്ഷിതമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇൻകോയിസിൻ്റെ ഒരു മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് 45% കണ്ടെയ്നറുകൾ കരയിൽ കടിയുമെന്നാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, അത് ആദ്യത്തെ അവരുടെ ഒരു പ്രൊജക്ഷൻ ആയിരുന്നു. അത് ഇപ്പോൾ നമുക്ക് ആ കണ്ടെയ്നറുകൾ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നമുക്ക് തീരത്തടിഞ്ഞതിനകത്ത് തീർച്ചയായിട്ടും രാസവസ്തുക്കളൊന്നും തന്നെ തീരത്തേക്ക് അടിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതുവരെയുള്ള കണ്ടെയ്നറുകളുടെ ഒരു ലിസ്റ്റ് നോക്കിയാലും അതിനകത്തുണ്ടായിരുന്ന വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാലും മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വലിയ വെല്ലുവിളി ഈ രാസവസ്തുക്കളുടെ കണ്ടെയ്നറുകൾ ലൊക്കേറ്റ് ചെയ്യും, അതിന് സേഫായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് ഓയിലിൻ്റെ കേസിലായാലും ആ പ്രശ്നമുണ്ട്. ഓയിലുള്ള കണ്ടെയ്നറുകളും അകത്തുണ്ടെങ്കിൽ ഏത് സമയത്തും ഈ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കടൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു കടലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ടാണ് പിന്നെ കൊച്ചി തുറമുഖത്തേക്ക് പോവുകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് എന്തൊക്കെ കണ്ടെയ്നറുകളുണ്ട്, അതിലെ വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഈ തുറമുഖത്തിൽ അത് കിട്ടിക്കാണുമല്ലോ. പക്ഷേ എന്നിട്ടും ഇതിനകത്ത് എന്തൊക്കെയാണ് വസ്തുക്കൾ എന്നുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വന്ന കാലതാമസം അത് കൂടുതലും ബാധിച്ചത് മത്സ്യത്തൊഴിലാളികളെയാണ്. അപ്പോൾ ഇത് അന്നേരം തന്നെ ഈ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാതെ കൃത്യമായ വിവരങ്ങൾ നൽകാഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന് സർക്കാർ ബാധ്യസ്ഥമല്ലേ ജനങ്ങളോട്? ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അവകാശമില്ലേ? ഇത് കോടതിയൊക്കെ ഇടപെട്ടിട്ട് വേണോ ഈ? അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ദുരന്തം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രളയം വന്നപ്പോഴും നമുക്ക് ഇതേപോലുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, മിസ്ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ധാരണയുണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ധാരണയുണ്ട്. അപ്പോൾ നമുക്ക് ദുരന്ത നിവാരണ സംവിധാനം ഇതിലേക്ക് എത്താനായിട്ടുള്ള ഒരു കാലതാമസം തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. കാരണം ഇത്തരം ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തുള്ള ഒരു പരിശീലനം നമുക്ക് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തിന് വളരെയധികം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. എണ്ണയിൽ കേസിൽ കോസ്റ്റ് ഗാർഡ് തീർച്ചയായിട്ടും ഇതൊരു എഫിഷ്യൻസി. പൊതുവായിട്ട് എന്ത് അപകടം നടന്നാലും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് മാനിക്കുക എന്നുള്ളത്. അത് മാനിക്കാഞ്ഞതിൻ്റെയാണ് ഇപ്പം അതിൻ്റെ ദുരന്തം പേറുന്നത് മത്സ്യത്തൊഴിലാളികൾ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളിൽ വേണ്ടത് ആദ്യത്തെ ട്രാൻസ്പാരൻസി എന്നൊരു ഘടകമുണ്ട്. ആ സുതാര്യത ഇതിനകത്ത് വരേണ്ടതാണ്. അങ്ങനെ വന്നെങ്കിൽ ഈ ആദ്യത്തെ ഒരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ കഴിഞ്ഞേനെ എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന ഇങ്ങനെയുള്ള അപകടം വളരെ കോമൺ അല്ല എന്നുള്ളതാണ്. ഈ കടലിലെ ഈ കപ്പൽ അപകടം എന്ന് പറയുന്നത് വളരെയധികം കോമൺ അല്ല. കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ IMOയുടെ തന്നെ കണക്കനുസരിച്ചിട്ട് നമുക്ക് ഏതാണ്ട് 240 ദശലക്ഷം കണ്ടെയ്നറുകൾ ഒരു വർഷം പോയതിൽ 1000 കണ്ടെയ്നർ മാത്രമാണ് കടലിൽ വീണിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ കടലിലേക്ക് കണ്ടെയ്നറുകൾ വീഴുന്നത് വളരെ സാധാരണമായൊരു സംഭവമല്ല. വളരെ അപൂർവമായിട്ട് ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുൻകരുതലുകൾ എടുക്കേണ്ടുന്ന ഒരു പ്രോട്ടോക്കോൾ നമ്മൾ ഉണ്ടാക്കി വെക്കണമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് തീർച്ചയായിട്ടും ആ ട്രാൻസ്പാരൻസിയാണ്. ഡേറ്റ കൃത്യമായിട്ട് അറിയിക്കുക, അതിനകത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളത്. അതനുസരിച്ചിട്ട് അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. എണ്ണ കൈകാര്യം ചെയ്യേണ്ടത് ഒരു പ്രത്യേക പ്രോട്ടോക്കോളാണ്.
പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ആദ്യം പറഞ്ഞിരുന്നില്ല. അത് വന്നതിന് ശേഷം നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു പ്രോട്ടോക്കോളാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് രാസവസ്തുക്കളുടെ കേസിൽ. അപ്പോൾ ഓരോ രാസവസ്തുക്കൾക്കും പ്രത്യേകം പ്രോട്ടോക്കോളുമുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. പിന്നെ ഇത് ഓരോന്നും ട്രീറ്റ് ചെയ്യേണ്ട രാസവസ്തുക്കളും പ്രത്യേകമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സജ്ജരായിരിക്കണമെന്നില്ല. കാരണം ആയിരക്കണക്കിന് തരത്തിലുള്ള സാധനങ്ങളാണ് കണ്ടെയ്നറുകൾ വഴി കൊണ്ടുപോകുന്നത്. രാസവസ്തുക്കൾ തന്നെ പലതരത്തിലുള്ളവയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും എങ്ങനെ ഒരു അപകടമുണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതിന് ഓരോന്നിനും പ്രത്യേക പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ട് എന്ന് അറിയുന്നത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ട്രാൻസ്പാരൻസി, സുതാര്യത ഉണ്ടാക്കേണ്ടതും ഒരു കൃത്യമായ, പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആ മേഖലയിൽ മത്സ്യബന്ധനം നിരോധിച്ചേക്കുകയാണ്. അപ്പോൾ സർക്കാർ അവർക്ക് ആ ഒരു കാലത്തേക്ക് നഷ്ടപരിഹാരമായിട്ട് വാഗ്ദാനം ചെയ്തേക്കുന്നത് ഒരു കുടുംബത്തിന് മാസം 1000 രൂപയും 6 കിലോ അരിയുമാണ്. ഇത് അവരെ ഒരു പരിഹസിക്കുന്നത് പോലെയല്ലേ? ഇത് നമുക്ക് കപ്പൽ കമ്പനിയിൽ നിന്ന് തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ സാധിക്കില്ലേ? സാധിക്കും, പക്ഷേ ഇതൊരു വലിയ പ്രൊസീജിയറുള്ള കാര്യമാണ്. നമുക്കൊരു പെട്ടെന്ന് ഒരു കമ്പനിയിലെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. ഇതൊരു വലിയ നെഗോസിയേഷൻ്റെ ഭാഗമാണ്. നെഗോസിയേഷൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ക്ലീനിങ്ങിന് അവരുടെ ഒരു സഹായം വേണ്ടി വന്നു. പക്ഷേ അത് പോരാ. ഈ നഷ്ടമുണ്ടായിരിക്കുന്ന പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്കാണ്. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിലുണ്ടായിരിക്കുന്ന, ലൈവ്ലിഹുഡിലുണ്ടായിരിക്കുന്ന നഷ്ടവും കൂടി പരിഹരിക്കാനുള്ള തരത്തിലുള്ള നീക്കമായിരിക്കണം നടത്തേണ്ടത്. ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ശുചീകരണത്തിന് മാത്രമുള്ള കോമ്പൻസേഷൻ ആകരുത്, മറിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന സഹായം ഉറപ്പുവരുത്തുന്നതിനുള്ള കാര്യവും നമുക്കിനി ഭാവിയിൽ ഈ പരിസ്ഥിതി പരിപാലനത്തിനുള്ള വരുന്ന ചിലവും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്നുള്ളതാണ്. അത് ശ്രീലങ്കയിൽ അവർ ചെയ്തിരുന്നു. ശ്രീലങ്കയിൽ 2021 ഇതുപോലൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ഇതുപോലെയുള്ള ആക്സിഡൻറ്റ് മാത്രമല്ല, ക്വാണ്ടിറ്റി കൂടുതൽ, അതായത് 400-ലധികം കണ്ടെയ്നറുകളാണ് പ്ലാസ്റ്റിക്കുമായിട്ട് കടലിൽ പതിച്ചത്. മാത്രമല്ല തീരെത്തുകയും ചെയ്തു. അപ്പോൾ പലതും പ്ലാസ്റ്റിക് ഉരുകിയാണ് തീരത്തേക്ക് അടിഞ്ഞത്. അപ്പോൾ അത് വളരെ ഭീകരമായ നഷ്ടം അവർക്ക് പരിസ്ഥിതിക്ക് ഉണ്ടായി, മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം ഉണ്ടായി. അപ്പോൾ വലിയ രീതിയിലൊരു കോമ്പൻസേഷന് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, നമുക്ക് ഇനി തുടർ നിരീക്ഷണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അന്തർദേശീയ സഹകരണവും ഇതിനകത്ത് നമുക്ക് തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റൊരു പ്രശ്നം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഈ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളാണ്. അതിനകത്ത് പലപ്പോഴും നമ്മുടെ പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളെല്ലാം അത്തരം ഈ പൊല്യൂട്ടൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ആ രംഗത്തേക്ക് നമ്മൾ അധികം വന്നിട്ടില്ല. അതിനകത്ത് ഒരുപാട് മുന്നോട്ട് പോയ വിദേശ സംവിധാനങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരുപാട് നെറ്റ്വർക്കുകൾ അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സഹായം കൂടി ഇതിനകത്ത് തേടണം എന്നുള്ളതാണ്. വേറൊരു പരാതിയും കേൾക്കുന്നുണ്ട്. അതായത് ഈ കപ്പൽച്ചാലിൽ നിന്നും ലൂടെ അല്ലായിരുന്നു കപ്പൽ, 50 കിലോമീറ്റർ അകലെയാണ് കപ്പൽച്ചാൽ. ഇതെങ്ങനെ 30 കിലോമീറ്റർ അകലെ വന്നു എന്ന്? ഇല്ല, അതിന് വേണ്ടുന്ന തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം ഈ കപ്പൽച്ചാൽ വഴിയല്ല ഇത് യാത്ര ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ട ഒരു കാര്യമാണ്. കാരണം കപ്പൽച്ചാലുകൾ നിർവചിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇവിടെ ഈ കപ്പൽ ചരക്ക് ഗതാഗതം വർദ്ധിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് സംവിധാനം അനിവാര്യമാണ്. അങ്ങനെ ഒരു ട്രാക്കിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റും. ഉദാഹരണത്തിന് 2021-2030 എന്ന് പറയുന്നത് UN ഡെക്കേഡ് ഫോർ ഓഷ്യൻ സയൻസസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. അതായത് സമുദ്രശാസ്ത്രം വെച്ചിട്ട് എങ്ങനെ സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നുള്ള ചർച്ച നടക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഹെൽത്തി ഓഷൻ ഉണ്ടാക്കാം, എങ്ങനെ ഹെൽത്തി റിസോഴ്സസ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിനെപ്പറ്റി ചിന്തയാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ വെസൽ ട്രാക്കിങ്ങിനുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നുമുണ്ട്. അത്തരം സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ട് കപ്പലുകൾ യാത്ര ചെയ്യുന്ന വഴികൾ അല്ലാതെ തന്നെ കണ്ടെത്താനായിട്ട് കഴിയും. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ റിസോഴ്സസ്, പ്രത്യേകിച്ച് മത്സ്യവിഭവങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന പരാതിയാണ്. വിദേശ കപ്പലുകൾ നമ്മുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ കയറിയിട്ട് മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു പൊതുവെ മത്സ്യത്തൊഴിലാളി സംഘടനകളെല്ലാം പറയുന്നൊരു വിഷയമാണ്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നത് സിറ്റിസൺ സയൻസ്, പൗരശാസ്ത്രജ്ഞർക്ക് തന്നെ ഒരു ആപ്പ് കൊടുത്തിട്ട് ഈ വിദേശ കപ്പലുകളുണ്ടല്ലോ, പ്രത്യേകിച്ചും ഇല്ലീഗൽ ഫിഷിംഗ് നടത്തുന്ന കപ്പലുകളെ ട്രാക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പുകളും സംവിധാനങ്ങളും ഒക്കെ അവർക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇത്തരം വെസലുകളുടെ മൂവ്മെൻ്റ് എല്ലാം ട്രാക്ക് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നടക്കും, പല സ്ഥലങ്ങളിൽ നടക്കും. ജനപങ്കാളിത്തം തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. മത്സ്യബന്ധന മേഖല വളരെ പ്രതിസന്ധികളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം ഭയങ്കര അന്ധമായ വികസന പ്രവർത്തനങ്ങൾ, പിന്നെ തീരശോഷണം,
ഇതെല്ലാം കാരണം മത്സ്യസമ്പത്ത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്തൊക്കെ ചെയ്യണം? കാരണം നമുക്ക് പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ ഇവിടെ രക്ഷയ്ക്കെത്തിയവരാണ്. അന്ന് മുഖ്യമന്ത്രി അവരെ കേരളത്തിൻ്റെ സ്വന്തം നാവികസേന എന്നൊക്കെ വിളിച്ചു. പക്ഷേ അവരെന്ത് ദുരിതത്തിലാണ് കഴിയുന്നത്. ശരിയാണ്. കാരണം കേരളത്തിലെ മത്സ്യമേഖല പ്രത്യേകിച്ചും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഒരുപാട് ഗവേഷണങ്ങൾ ഈ മേഖലയിലുണ്ടല്ലോ. അതിന് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഒന്ന് പറയാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് തീരമില്ലാതാകുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവരും തീരദേശവാസികളാണ്. അപ്പോൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നു, അവർക്ക് പണി ചെയ്യാനുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു പ്രശ്നം ഈ തീരമില്ലാതാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഗവൺമെൻറ് അതിന് പരിഹാരമായിട്ട് പുനർഗേഹം എന്ന് പറയുന്ന അവർക്ക് പ്രത്യേക വീട് വെച്ച് കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു വലിയ പ്രശ്നം, ഇപ്പം നമുക്ക് പുതിയ കണക്കനുസരിച്ച് 600 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ 602 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. ഈ തീരപ്രദേശങ്ങളിൽ പകുതിയിലധികവും തീരമില്ല, മണൽ തീരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ മണൽത്തീരം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെയെല്ലാം കരിങ്കൽ ഭിത്തി നിർമ്മിക്കും. അപ്പോൾ കരിങ്കൽ ഭിത്തി നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി തീരം നിൽക്കുന്ന മേഖലകളിൽ കൂടുതൽ സമ്മർദ്ദത്തിലാവും. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഉള്ള വികസന പദ്ധതികളിലൊക്കെ തന്നെയും തീരം ഒരേപോലെ നിലനിർത്തുക എന്നുള്ള സംവിധാനം കൂടി ചെയ്യേണ്ടിയിരുന്നു. അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് തീരങ്ങൾ ഇല്ലാതാകുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉള്ളൊരു ഭീഷണി എന്ന് പറയുന്നത് ഈ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു കമ്മ്യൂണിറ്റി വീണ്ടും പുറകിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. പുറകിലേക്ക് പോകാൻ പറ്റില്ല അവർക്ക്, കാരണം അവിടെ വേറൊരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും അവരെ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. രണ്ടാമത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റം വളരെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ശരാശരി 30-40 ദിവസങ്ങൾ ഇവർക്ക് കടലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫിഷിംഗ് അവേഴ്സ് നഷ്ടപ്പെടുക, ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ പൊതുവായിട്ടുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മത്സ്യസമ്പത്ത് ഏതാണ്ട് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് കണക്ക്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മത്സ്യസമ്പത്ത് മൊത്തത്തിൽ അതുപോലെ നിന്ന് കഴിഞ്ഞാലും തീരക്കടലിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ മത്സ്യസമ്പത്ത് അതുപോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി മത്സ്യം നമ്മുടെ ഫിഷിംഗ് ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ക് ഇതിനകത്ത് കൊണ്ടുവരാറില്ല. അപ്പോൾ നമ്മൾ ഫിഷിംഗ് ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് മൊത്തത്തിലുള്ള മത്സ്യസമ്പത്ത് ഏറെക്കുറെ മാറ്റങ്ങളില്ലാതെ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ മത്സ്യലഭ്യത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കല്ലല്ലോ അതിൻ്റെ നേട്ടം, ഈ ആഴക്കടൽ മത്സ്യബന്ധനം കൂടുന്നതും. ഇല്ല, അങ്ങനെയല്ല എന്നെ കാണുന്നത്. നമ്മൾ ആഴക്കടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ പരമ്പരാഗതമായിട്ട് മത്സ്യം പിടിച്ചുകൊണ്ടിരുന്നത് 50 മീറ്റർ താഴ്ചയ്ക്കുള്ളിലാണ്. ഇപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചൈനീസ് ഫിഷിംഗ് ഔട്ട്ബോർഡ് എഞ്ചിനുകളൊക്കെ വന്നു, അവർക്ക് നല്ല ഫിഷിംഗ് ഗിയർ വന്നു. അതുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോലും 100 മീറ്റർ വരെ പോയി മത്സ്യബന്ധനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആഴക്കടൽ വേറൊരു പ്രത്യേക വിഭാഗമാണ്. ഇപ്പോൾ ട്രോളിംഗ് തന്നെ ആഴക്കടലിലേക്ക് പോകണമെങ്കിൽ പുതിയ വെസലുകൾ വേണം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അത് വേറൊരു രീതിയാണ്. ഞാൻ പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന മത്സ്യത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കൂടുതൽ ദൂരം പോയി ഫിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ആ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിലവ് കൂടുന്നു. രണ്ടാമത്തെ കാര്യം നമ്മളധികം ചർച്ച ചെയ്യാത്തൊരു വിഷയം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ട് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ ബോട്ട് പെട്ടെന്ന് കേടാവുന്നുണ്ട്. അവർ ഒരുപക്ഷെ 10-20 വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ട് ഇപ്പോൾ 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. മത്സ്യബന്ധന വലകളുണ്ട്. വലകൾ ഒരുപാട് കാലം നിന്നിരുന്ന വലകളൊക്കെ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ വളരെ കുറച്ച് കാലമേ നിൽക്കുന്നുള്ളൂ. ഇതെല്ലാം ഈ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ പലരും നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേറൊരു വശം കൂടിയുണ്ട്. അങ്ങനെ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടുന്നതെല്ലാം നമുക്ക് ക്യാപിറ്റലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണ്. അപ്പോൾ ഈ മത്സ്യബന്ധന യാനങ്ങളുമായിട്ട് ഇതിന് മുതൽ മുടക്കിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുന്ന ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പണ്ട് ബോട്ട് വെച്ച് മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അതിനകത്ത് തൊഴിലെടുക്കുന്നവരായിട്ട് മാറുന്നു, കടൽ പണിക്കാരായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള തൊഴിലാളികളായിട്ട് മാറുന്നുണ്ട്. തൊഴിലാളികളിലും ഒരുപാട് ഷിഫ്റ്റ് വരുന്നുണ്ട്. കാരണം പുതിയ തലമുറയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കളൊന്നും പലരും ഈ മേഖലയിലേക്ക് വരുന്നില്ല. അവർ പക്ഷേ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് ആ സെക്ടറിൽ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. ഇപ്പം നമുക്ക് ട്രോളറുകളിൽ ഒരു 10 വർഷം മുമ്പൊന്നും നമുക്ക് അതിഥി തൊഴിലാളികളെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മിക്കവാറും എല്ലാ മേഖലകളിലും അതിഥി തൊഴിലാളികൾ വരുന്നുണ്ട്. ആ അതിഥി തൊഴിലാളികൾ വരുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വലിയ ബോട്ട് വാങ്ങുന്നു, കോടിക്കണക്കിന് രൂപയുടെ ബോട്ട് വാങ്ങുന്നു, അവിടെയെല്ലാം അതിഥി തൊഴിലാളികളെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മത്സ്യം പിടിക്കുക എന്നുള്ളത് മാത്രമാണ്.
ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം അമിതമായിട്ട് പിടിക്കില്ല അവർ, കാരണം അമിതമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നാളെ മത്സ്യം ഉണ്ടാവില്ല എന്ന് അവർ കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കടലിൽ കിട്ടുന്നതിനെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് വളരെ ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ട് കടലിൽ വിഭവങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാം. അതും കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ മറ്റ് സമുദ്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ഓഷ്യൻ്റെ ജലത്തിൽ താപനില കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് അറബിക്കടലിലെ താപനിലയും കൂടുതലാണ്. അപ്പോൾ ഈ താപനില കൂടുന്നുണ്ട്, അടിയിലോട്ട് പോകുമ്പോഴും താപം കൂടുന്നു. അപ്പോൾ ഇത് കാരണം നമ്മുടെ മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് മത്തി പോലുള്ളത് മഹാരാഷ്ട്ര തീരത്തേക്ക് കുടിയേറുന്നു, മത്തിക്ക് നീളം കുറയുന്നു, ഇങ്ങനത്തെയൊക്കെ ഇത് കാണുന്നുണ്ട്, മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ചൂട് കൂടുമ്പോൾ ഇങ്ങോട്ടും അപ്പം മൈഗ്രേഷൻ നടക്കുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നുണ്ട്. ഇപ്പോൾ CMFRA പോലുള്ള NIO പോലുള്ള സ്ഥാപനങ്ങളെല്ലാം ഇത്തരം പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കാലാവസ്ഥ മാറ്റം ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അറബിക്കടലിന് ചൂട് കൂടുന്നത് അടുത്ത കാലത്ത് കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഹീറ്റ് വേവ്സ് ധാരാളം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റ് വേവ്സ് ഉണ്ടാക്കുന്ന ന്യൂനമർദ്ദമാണ് ഇവിടെ ഈ പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റിനും കള്ളക്കടലിനും ഒക്കെ അടിക്കടി ഉണ്ടാകുന്ന കള്ളക്കടലിനുമൊക്കെ കാരണമായിട്ട് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം പ്രാദേശികമായിട്ട് കാലാവസ്ഥ ഒരുപാട് മാറുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഇതിനെ കണക്കാക്കുന്നത് കടലിന് ചൂട് കൂടുന്നു എന്നുള്ളതിനാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത് കടലിൻ്റെ ഉപരിതലത്തിൽ ചൂട് കൂടുന്നു. സീ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ പിന്നെ ഫിഷറിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട മത്സ്യങ്ങൾ 2 മത്സ്യങ്ങളാണ്. ഒന്ന് മത്തിയും, രണ്ടാമത് അയലയുമാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിട്ട് കാണേണ്ടത്. ഇത് രണ്ടും ഉപരിതലത്തിൽ കാണുന്ന മത്സ്യങ്ങളാണ്. ഇത് രണ്ടും ആഹാരമാക്കുന്നത് ഉപരിതലത്തിൽ കാണുന്ന പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്ന പ്ലവകങ്ങളെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുമ്പോൾ ഇവയുടെ ഡിസ്ട്രിബ്യൂഷൻ വിതരണക്രമത്തിൽ മാറ്റങ്ങൾ വരാം. മത്തി ഇപ്പോൾ വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 45% ഇടിവ് ഇതിൻ്റെ ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല കാരണം, അത് ആഗോളതലത്തിലുണ്ടാകുന്ന എൽ നിനോ പോലുള്ള പ്രതിഭാസങ്ങൾ പോലും നമ്മളെ കടലിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് തെക്കൻ തീരത്ത്, ഇന്ത്യയുടെ തന്നെ കിഴക്കൻ തീരത്ത്, ഒറീസ പോലുള്ള സ്ഥലങ്ങളിൽ, ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ മത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മൈഗ്രേഷൻ വന്നിട്ട് അവിടെ താരതമ്യേന ചൂട് കുറവായതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് മത്തി പോകുന്നുണ്ട്, ഗുജറാത്ത് തീരത്തേക്ക് മാറി പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ചൂട് കൂടുമ്പോഴുള്ള പ്രശ്നം ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നുണ്ട്. സർഫസിലുണ്ടായിരുന്ന അയല ഇപ്പോൾ കുറച്ചും കൂടെ താഴേക്ക് പോകുന്നുണ്ട്, തണുപ്പുള്ള വെള്ളത്തിലേക്ക് മാറുന്നുണ്ട്. ചില ജീവികളുടെ, കിളിമീൻ പോലുള്ള മീനുകളുടെ റീപ്രൊഡക്റ്റീവ് പ്രജനന രീതികൾ മാറുന്നുണ്ട്. ചൂരയുടെ ദേശാടനത്തിനെയും ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പല ജീവികളുടെയും വിതരണക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രജനന രീതികളിൽ മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റം സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ടെങ്കിൽ മറ്റു സ്ഥലത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വ്യത്യാസം. മത്തി പോയപ്പോൾ നമുക്ക് തിരിച്ചെന്താണ് കിട്ടിയത്? നല്ല ചോദ്യമാണ്. അപ്പോൾ മത്തി പോയപ്പോൾ എന്ത് കിട്ടിയെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫിഷ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം, നമുക്ക് വളരെയധികം കിട്ടാതിരുന്ന മത്സ്യങ്ങളാണ് ക്ലാത്തി പോലുള്ള മത്സ്യങ്ങൾ. ഇപ്പോൾ നമുക്ക് എല്ലാ ഹാർബറിലും അതിൻ്റെ അർത്ഥം ചില മത്സ്യങ്ങൾ മാറിയാൽ ആ സ്ഥലം മറ്റു ചില മത്സ്യങ്ങൾ കൈയടക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം, നമുക്ക് പഫർ ഫിഷ് പോലുള്ള മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്ലാത്തി പോലുള്ള മത്സ്യങ്ങളുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ അബണ്ടൻ്റ് ആയിട്ട് കിട്ടുന്നു. ക്ലാത്തി എന്ന് പറഞ്ഞാൽ ട്രിഗർ ഫിഷ് എന്ന് പറയുന്നൊരു മത്സ്യമാണ്. അത് നമുക്ക് തെക്കൻ കേരളത്തിൽ തന്നെ ക്ലാത്തി എന്നാണ് പറയുക. ഒരു ലെതർ ജാക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ മത്സ്യം വളരെയധികം വരുന്നുണ്ട്. അതിന് പ്രത്യേക മാർക്കറ്റും ഉണ്ടാകുന്നുണ്ട്. ക്ഷാമകാലങ്ങളിൽ പോലും കേരളത്തിന് രക്ഷയായത് മത്സ്യസമ്പത്താണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ വരുന്ന മാറ്റങ്ങൾ, മത്സ്യസമ്പത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. ഇതൊരു ചെറിയ ഒരു വിഷയമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല അത്. കേരളത്തിൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും അധികം ഈ പോഷക ദാരിദ്ര്യം ഉണ്ടായ ഒരു മേഖല തീർച്ചയായിട്ടും മലനാടുകളാണ്. അതേസമയം അത്തരത്തിലുള്ള പോഷക സുരക്ഷയുടെ വലിയ പ്രശ്നം തീരപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മത്സ്യമാണ്. നമുക്ക് മത്സ്യസമ്പത്ത് കിട്ടിയിരുന്നു. വലിയ മത്സ്യങ്ങൾ നമ്മൾ വിൽക്കുമെങ്കിൽ ചെറിയ മത്സ്യങ്ങളെല്ലാം നമ്മുടെ തന്നെ ആഹാരം, തീരദേശവാസികളുടെ തന്നെ ആഹാരമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ചെറു മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ചെറു മത്സ്യങ്ങളുടെ ലഭ്യതയിലുണ്ടായ വ്യത്യാസം ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കണം. ഈ ചെറു മത്സ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ചെറു മത്സ്യങ്ങളായിരുന്നു ഒരുപക്ഷേ ഈ വലിയ മത്സ്യങ്ങളെല്ലാം വിറ്റുപോകുമ്പോൾ ചെറിയ മത്സ്യങ്ങളാണ് പ്രാദേശികമായിട്ടുള്ള സമൂഹങ്ങളുടെ എല്ലാം ആഹാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നത്. ഈ വലിയ മത്സ്യങ്ങൾക്കുള്ളതിനേക്കാളും കൂടുതൽ പോഷക മൂല്യം ചെറിയ മത്സ്യങ്ങൾക്കുണ്ട്. പിന്നെ നമ്മൾ ഈ ചെറിയ മത്സ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ പുഴ മത്സ്യമായാലും ചെറു മത്സ്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അതിൻ്റെ എല്ലൊക്കെ എടുത്ത് മാറ്റാതെ മുഴുവനായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും അതുവഴി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസം, പ്രത്യേകിച്ച് കടൽ മേഖലയിൽ വരുന്ന വ്യത്യാസം, ചെറിയ മത്സ്യങ്ങൾക്ക് ഉൾപ്പെടെ എന്ത് ട്രാഷ് ഫിഷ് ആയാലും അതിന് വിപണി മൂല്യമുണ്ട് എന്നുള്ളതാണ്.
വിപണി മൂല്യമുള്ളത് പ്രധാനമായിട്ട് കാരണം എന്ന് പറയുന്നത് മത്സ്യത്തീറ്റയ്ക്കും കാലിത്തീറ്റയ്ക്കും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ചെറു മത്സ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വില കൂടി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരന് മത്സ്യത്തിൻ്റെ വില എന്ന് പറയുന്നത് 2-4 ഇരട്ടി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊരു പോഷക സുരക്ഷയെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ചെറു മത്സ്യങ്ങളുടെ ലഭ്യതയിലുണ്ടായിരിക്കുന്ന ഒരു കുറവ്. അതിന് ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അതിന് പരിഹാരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് മത്സ്യകൃഷിയും കൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും, നമുക്കൊരു അർബൻ അക്വാകൾച്ചറിലേക്ക് കൂടുതൽ ആൾക്കാർ വരിക എന്നുള്ളതും ഒക്കെ ഇതിനൊരു പരിഹാരമായിട്ട് കണക്കാക്കേണ്ടി വരും. ഇപ്പം എന്തൊക്കെ മാലിന്യ സംസ്കരണ മാർഗങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ അന്തിമമായി എത്തിച്ചേരുന്നത് കടലിലാണ്. അപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടു, ഈ ആശുപത്രി വേസ്റ്റുകളും ഒക്കെ അവസാനം കടലിൽ വന്ന് ചേരുന്നതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയുടെ അളവ് കടലിൽ കൂടുന്നു. അപ്പോൾ ഇത് മത്സ്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നമുക്കും അത് പ്രശ്നമാകുന്നു എന്നുള്ളത് ഇതിനകത്ത് എത്രത്തോളം വാസ്തവം? അല്ല, അത് ശരിയാണ്. കാരണം ഇപ്പം നമ്മൾ ഈ കടലിലെ കഴിഞ്ഞൊരു 50 വർഷങ്ങളിൽ നടക്കുന്ന മലിനീകരണത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണം, നമ്മളൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചിരുന്നത് പ്രധാനപ്പെട്ട മലിനീകരണ പ്രശ്നം എന്ന് പറയുന്നത് എണ്ണ മലിനീകരണം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, വ്യവസായ മലിനീകരണം ഒക്കെ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ആ രീതികൾ മാറുകയാണ്. ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന രാസവസ്തുക്കൾ കാണാം. മനുഷ്യൻ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് പോകുന്നതോറും നമ്മൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ അളവ് രീതിയൊക്കെ മാറുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നതെല്ലാം പുതിയ കണ്ടാമിനൻസ് ആണ്. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ എമർജിങ് കണ്ടാമിനൻസ് എന്ന് പറയും. ഇത് നൂതന മലിനീകാരകങ്ങളാണ്. അതിൽ ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഉദാഹരണം, ഈ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കി മുഴുവൻ നമ്മുടെ വിസർജ്യ വസ്തുക്കളിലേക്ക് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന മരുന്നുകളിനകത്തുള്ള രാസവസ്തുക്കളൊക്കെയും ആത്യന്തികമായിട്ട് കടലിലേക്ക് എത്തും. അതായത് നമ്മുടെ ഹോർമോണുകൾ ഉൾപ്പെടെ ആത്യന്തികമായിട്ട് കടലിലേക്ക് എത്തുകയാണ്. ഇനി നമ്മുടെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എന്താ ചെയ്യുന്നത്? സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ ഉൾപ്പെടെ ഈ മലിനീകാരകങ്ങൾ കാണുമെന്നുള്ളതാണ്. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽസാണ്, രണ്ടാമത് വരുന്നത് ആൻറ്റിബയോട്ടിക്കുകളാണ്, മൂന്നാമത് ഹോർമോണുകളാണ്. പിന്നെ വരുന്നത് ഈ പ്ലാസ്റ്റിക്. നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീനിൽ തുണി നനക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ കൂടുതലും സിന്തറ്റിക് ക്ലോത്തുകളാണല്ലോ. ഈ സിന്തറ്റിക് ക്ലോത്തുകൾ ഓരോ തവണ കഴിയുന്നതോറും ലക്ഷക്കണക്കിന് മൈക്രോ ഫൈബ്രിൽസ് ആണ് അതിനകത്തുനിന്ന് വീണ്ടും ജലാശയങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത് കടലിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 100-ലധികം എമർജിങ് കണ്ടാമിനൻസ് ഉണ്ട്. അതായത് പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളൊക്കെയും വളരെ സൂക്ഷ്മ കണികകളായിട്ട് ആത്യന്തികമായിട്ട് കടലിൽ എത്തിച്ചേരുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ചെറിയ അളവിലുണ്ടാകുന്ന ആൻറ്റിബയോട്ടിക്സുകളുടെ സാന്നിധ്യമാണ് പലപ്പോഴും ബാക്ടീരിയകളെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആക്കുന്നത്. കാരണം ഒരു ചെറിയ അളവിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ടീരിയകളെല്ലാം ആൻറ്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ളവയായിട്ട് മാറും എന്നുള്ളൊരു രീതിയുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. കടലിൽ നമുക്ക് കാണുന്ന ഈ പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട്. ഈ പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം കരയിലാണെങ്കിൽ നമുക്ക് കാണാം, കടലിൽ കാണില്ല. പിന്നെ കടലിലെത്തിക്കഴിഞ്ഞാൽ ഇത് സൺലൈറ്റിൽ കൂടുതൽ എക്സ്പോഷർ ഉണ്ടാവും, തിരയുണ്ടാവും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും, മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറും. ഇതെല്ലാം ഈ ബാക്ടീരിയകൾ, പുതിയ ബാക്ടീരിയകൾ ഉൾപ്പെടെ എല്ലാം അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പറ്റിപ്പിടിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് തന്മാത്രകളിലാണ്, ഈ പ്ലാസ്റ്റിക് കഷ്ണങ്ങളിലാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് തന്മാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള രോഗാണുക്കളെ വഹിക്കുന്നത് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അധികം ഇത് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എമർജിങ് കണ്ടാമിനൻസ് എന്ന് പറയുന്ന ഈ വസ്തുക്കളെല്ലാം നമ്മുടെ ഇതിനകത്ത് ചിലതൊക്കെ നമ്മുടെ ഹോർമോണിനെ മിമിക് ചെയ്യുന്നവയാണ്. ഇപ്പോൾ നമ്മുടെ എൻഡോക്രൈൻ വ്യവസ്ഥയെ തന്നെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇപ്പോൾ ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറം ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇതുപോലുള്ള പുതിയ രാസസംയുക്തങ്ങളെല്ലാം കടലിലെത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേരും പിന്നെ ഒരു സിനർജറ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഇതിനാണ് കോക്ടെയിൽ എന്ന് പറയുന്നത്. പൊല്യൂട്ടൻ കോക്ടെയിൽ എന്ന് പറയും. അതുകൊണ്ട് കോക്ടെയിൽ ഇഫക്റ്റും ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള പുതിയ ഈ പൊല്യൂഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, ഇതിനകത്ത് പലതും അങ്ങനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഗവേഷണം നടക്കുന്നൊരു മേഖല എന്ന് പറയുന്നത് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ രാസവസ്തുക്കൾ, അതിനെ എങ്ങനെ വെള്ളത്തിൽ കൃത്യമായിട്ട് തിരിച്ചറിയാം, അതിനകത്തുള്ള സെൻസർ ടെക്നോളജിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനുള്ള ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയറിൽ റെമഡിയേഷൻ സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, ഈ മേഖലയിലാണ് ഇപ്പോൾ അധികം ഗവേഷണം നടക്കുന്നത്. ഇതിനകത്ത് സർക്കാർ ഉറപ്പുവരുത്തേണ്ട 2 കാര്യങ്ങളില്ലേ. ഒന്ന്, ഈ മത്സ്യം പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് മാർക്കറ്റിലെത്തുന്നതിന് മുമ്പ് കൃത്യമായി സാമ്പിൾ പരിശോധന റെഗുലറായിട്ട്, വല്ലപ്പോഴും ഒരു പരാതി ഉണ്ടാകുമ്പോഴല്ല, റെഗുലറായിട്ട് ആ പരിശോധന കഴിഞ്ഞ് ഈ മത്സ്യം മാർക്കറ്റിലെത്താവുള്ളൂ. 1. 2, ഈ പലപ്പോഴും ഇപ്പം പെരിയാറിലൊക്കെ മത്സ്യം ചത്തുപൊങ്ങുമ്പോൾ ഉടനെ ആ നദിയുടെ സാമ്പിളാണ് എടുത്ത് പരിശോധിക്കുന്നത്. അതല്ല, ഇവർ ഈ എഫ്ലുവൻസ് ഒഴുക്കി വിടുന്ന ആ ഒരു ചാലിൽ
അല്ലെ പരിശോധന നടത്തേണ്ടത്, റെഗുലറായിട്ട് അവിടെ പരിശോധന നടത്തേണ്ടത്, ഇവർ ഇങ്ങോട്ട് ഒഴുക്കി വിടുന്നത് അങ്ങനെ കാണുന്നില്ല. അല്ല, അത് വേണ്ടതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഉദാഹരണം നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഈ ബയോ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ്. അവിടെ ഈ പരിശോധന മോണിറ്ററിംഗ് സംവിധാനം എന്ന് പറയുന്നത് ഈ ജീവജാലങ്ങൾ ഉൾപ്പെടെയാണ് മോണിറ്ററിംഗ് സംവിധാനത്തിൽ വരുന്നത്. നമ്മൾ പലപ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ മാലിന്യത്തിൻ്റെ തോത് കണക്കാക്കുമ്പോൾ, ഈ കടൽ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും മോണിറ്ററിംഗ് സംവിധാനത്തിൽ ജീവജാലങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനവും കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. ഉദാഹരണം അമേരിക്കയിൽ ഒരുപാട് കാലം മുമ്പ് തന്നെ അവർ ചെയ്യുന്നത് മസൽ വാച്ച് എന്നൊരു പരിപാടിയാണ്. മസൽ വാച്ച് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കല്ലുമേക്കായുടെ പ്രത്യേകത, കല്ലുമേക്ക യാത്രയില്ല, ഏതെങ്കിലും പാറയിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കല്ലുമേക്കായാണ്. രണ്ടാമത് ഫിൽട്ടർ ഫീഡറാണ്. അപ്പോൾ അത് അരിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും രാസവസ്തുക്കൾ വെള്ളത്തിലുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും അതിനെ നിരീക്ഷിക്കാനുള്ള ഏറ്റവും വലിയ സംവിധാനം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വളരുന്ന ജീവികളാണ്. അപ്പോൾ ആ മസലിനെ വാച്ച് ചെയ്തിട്ട് പരിസ്ഥിതിയുടെ ആരോഗ്യത്തിനെ വിലയിരുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം ജീവികളെ നമ്മുടെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നവയെ പ്രത്യേകിച്ചും സ്ഥിരമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മലിനീകരണമൊക്കെ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു ബയോ മോണിറ്ററിംഗ് സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കത് മുഴുവൻ പരിശോധിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സാമ്പിളുകൾ, പിന്നെ ഓരോ ബാച്ചിലുള്ള സാമ്പിളുകൾ പരിശോധിച്ച് ഇതിന് ട്രേസബിലിറ്റി എന്ന് പറയും. അതായത് മത്സ്യം ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ മനുഷ്യരിലേക്ക് എത്തുന്നത് വരെയുള്ള സമയത്തുള്ള പൊല്യൂട്ടൻസിൻ്റെ ഒന്ന് ട്രേസ് ചെയ്യാനുള്ള ആ ട്രേസബിലിറ്റി ചെയിൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം കടലിലേക്ക് വരുന്ന, അതിനകത്ത് ഒരു റെഗുലേഷൻസും വരുന്നില്ല. അതായത് രാജാവ് തന്നെ കുറ്റം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. ഇപ്പോൾ ടൈറ്റാനിയം ഫാക്ടറിയുടെ, ഇപ്പോൾ KMML, IRE, ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്നത് അതിനകത്തൊരു ചെക്കിങ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമുക്കൊരു മലിനീകരണ നിയന്ത്രണ സംവിധാനമുണ്ട്. ആ സംവിധാനം വഴി മാത്രമേ ഈ എല്ലാ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനമായാലും സ്വകാര്യ സ്ഥാപനമായാലും അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷേ നിരീക്ഷണങ്ങൾ കുറച്ചും കൂടി ശക്തമാക്കേണ്ടതുണ്ട്. നിരീക്ഷണങ്ങളിൽ ചില സോഷ്യൽ ഓഡിറ്റിങ്ങും കൂടി കൊണ്ടുവരുന്നത് ഈ ട്രാൻസ്പാരൻസിയുടെ കേസിൽ എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പെരിയാറിലാണെങ്കിൽ നമുക്ക് എത്രയോ പ്രാവശ്യം മത്സ്യങ്ങൾ ചത്തുപോയി. പിന്നെ മത്സ്യകൃഷി നടത്തിയിരുന്നവർക്ക് മത്സ്യങ്ങളെല്ലാം ചത്തു. അപ്പം ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഇല്ല, അവിടെ സാമ്പിൾ, പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അല്ല, ഇത് പലപ്പോഴും നമുക്ക് ഒരു പെട്ടെന്നൊരു ഹൈപ്പും കൂടിയാണ്. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഉദാഹരണം, പെരിയാറിൽ എല്ലാ ദിവസവും മത്സ്യം ചങ്ങത്ത് പൊങ്ങാറില്ല. ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. ഈ വല്ലപ്പോഴും സംഭവിക്കുന്നതിന് പ്രത്യേക ഒരു പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഉദാഹരണം, പെട്ടെന്ന് വെള്ളത്തിലുണ്ടാകുന്ന ഒരു സലിനിറ്റിയുടെ വേരിയേഷനോ ഓക്സിജൻ്റെ വേരിയേഷനോ പോലും മത്സ്യത്തിൻ്റെ കൂട്ടമരണത്തിന് കാരണമാകാം. പക്ഷേ പലപ്പോഴും പൊതുജനങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അറിയുമോ, ഇതിൻ്റെ കൃത്യമായ കാരണം നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് പെട്ടെന്ന് പറയാൻ കഴിയാത്തപ്പോൾ ഈ വിഷയം അറിയാമെന്നുള്ളവരും വിഷയം അറിയാത്തവരെല്ലാം ഇതിനകത്ത് സംസാരിക്കും. അപ്പോൾ അവർ അവരുടേതായ ഓരോ കഥകൾ ഇതിനകത്ത് കൊണ്ടുവരും. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പൊതുവായ അറിവ് ഈ കൃത്യസമയത്ത് എത്തിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ കപ്പൽ ദുരന്തമായിട്ട് ബന്ധപ്പെട്ടും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം അറിയാവുന്നവരും വിഷയം അറിയാത്തവരും എല്ലാവരും അതിനകത്ത് ആധികാരികമായിട്ട് അഭിപ്രായം പറയും എന്നുള്ളൊരു പ്രശ്നം. അതിന് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, ഇങ്ങനൊരു പ്രശ്നം നടന്നാൽ ഉടൻ തന്നെ ഒരു സർക്കാർ സംവിധാനത്തിലുള്ള ഒരു ഏജൻസി ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വിവരം പൊതുജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാകുമ്പോൾ ആ പ്രശ്നം ഒഴിവാകുമെന്നുള്ള, അത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്നുള്ള. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ സർക്കാർ മാനിക്കുകയാണെങ്കിൽ ആണ്. പക്ഷെ പ്രശ്നം അതാണ് ഇതിന്റെ പോംവഴി. അല്ല, അത് ശരിയാണ്. പക്ഷെ പ്രശ്നം പക്ഷെ ഉദാഹരണം ഈ അഷ്ടമുടിയിൽ ഒരു പെട്ടെന്ന് ഈ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം മത്സ്യം പെട്ടെന്നൊരു മത്സ്യഗുരുതി ഉണ്ടായി. ഒരുപാട് മത്സ്യങ്ങൾ ചത്തുപോകുന്നു. പ്രശ്നം ഞങ്ങളും പരിശോധിച്ചു, വെള്ളം നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ ദുരന്തം, ഈ പ്രശ്നം ഉണ്ടായി നമ്മൾ ഒരു ദിവസം പിറ്റേ ദിവസം നമ്മൾ അറിയുക, പിറ്റേ ദിവസം അവിടെ പോയി മത്സ്യം സാമ്പിൾ നോക്കും, നമുക്ക് സാധാരണ രീതിയിൽ നടക്കുന്ന രാസപരിശോധനയിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് വെള്ളത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റമായിരിക്കണം. അപ്പോൾ അവിടെ ഒരു മോണിറ്ററിംഗ് സംവിധാനം കൃത്യമായിട്ട് എപ്പോഴും റെഗുലറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ആൽഗൽ ബ്ലൂം ആയിരിക്കണം. വെള്ളം പരിശോധിക്കുമ്പോൾ നമുക്ക് ആൽഗൽ ബ്ലൂവും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പറ്റും? ശാസ്ത്രം അറിയാമെന്നുള്ളൊരു കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കപ്പോൾ ഈ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് സംവിധാനം വെക്കണ്ടേ? മോണിറ്ററിംഗ് സംവിധാനം ആവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ വെള്ളത്തിലെ സലൈനിറ്റി പെട്ടെന്ന് കൂടുന്നു, ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ, അത് വേണം. അതിനൊരു നിരീക്ഷണ സംവിധാനം വേണം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഈ മാലിന്യം ഒഴുക്കുന്നത് നമുക്ക് അപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോഴും ഇന്ത്യയിലെ ശാസ്ത്ര സംവിധാനങ്ങളിൽ ചെയ്യാത്തൊരു കാര്യം കൂടെ പറയാം. അത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ ഏറ്റവും ഈ ഫലവത്തായി നടപ്പിലാക്കുന്നൊരു കാര്യം,
പൊതുജനങ്ങളും പൊതു സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാർ ഏജൻസിക്ക് മാത്രമാണെന്നുള്ളതാണ്. അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അതിൻ്റേതായ പരിമിതികളുള്ളതാണല്ലോ നമ്മൾ പലപ്പോഴും കാണുന്നത്. ഈ പരിമിതി മറികടക്കണമെങ്കിൽ നമുക്ക് ചെയ്യുക. ഉദാഹരണം, പിന്നെ യൂറോപ്പിലുള്ള എല്ലാ പുഴകളുടെയും പൊല്യൂഷൻ മോണിറ്ററിങ് ചെയ്യുന്നത് സർക്കാരല്ല, സർക്കാരിൻ്റെ ഏജൻസി അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആ പ്രാദേശികമായിട്ടുള്ള ഒരു സ്കൂളിനെയോ കോളേജിനെയോ ആണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ ഒരു നേച്ചർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മോണിറ്ററിങ് നടത്തും. ഇപ്പോൾ മീനച്ചലിൽ നമ്മളത് ഒരു പരീക്ഷണം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ റിവർ ബേസിനിൽ സ്കൂളുകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നിരീക്ഷണ സംവിധാനമൊക്കെ. മഴയുടെ കേസിൽ നമുക്കിപ്പോൾ അറിയില്ല. ഉദാഹരണം, പെട്ടെന്ന് ഒരു പിന്നെ ഉരുൾപൊട്ടലുണ്ടാകുകയാണ്. മഴമാവിനികൾ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. അതേസമയം ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ, പഞ്ചായത്തിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ മഴമാവിനി വെക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ പഞ്ചായത്തിലൊരു വാർഡിൽ ഉണ്ടാകുന്ന മഴ പോലും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റും. കേരളം പോലും ഇത്രയും വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഇത്രയും നന്നായിട്ടുള്ളൊരു സംസ്ഥാനത്തിൽ ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ളൊരു പൊതുജന പങ്കാളിത്തമോ സാധാരണ ജനങ്ങളിൽ ശാസ്ത്രത്തിലുള്ള ഇടപെടലോ ഇപ്പോൾ കുറഞ്ഞു വരും. നമ്മൾ കൂടുതലും അന്ധവിശ്വാസമാണ് ഇപ്പോൾ കൾച്ചർ ചെയ്യുന്നത്. ഇപ്പോൾ കുഫോസിൻ്റെ VC ആയല്ലോ. അപ്പോൾ നമുക്ക് ഈ കുഫോസിൻ്റെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ഒക്കെ ഇതിനകത്ത് എത്രമാത്രം ഉൾക്കൊള്ളിക്കാൻ പറ്റും ഈ ഒരു പ്രവർത്തനം? ഉൾക്കൊള്ളിക്കാൻ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. ഉദാഹരണം, ഒരു വേമ്പനാട് കായൽ നിരീക്ഷണം, അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ പറ്റും. അപ്പോൾ അത് ആ ഒരു സംവിധാനം സ്ഥിരമായിട്ട് കൊണ്ടുനടക്കാൻ അതുപോലെ ഇത് പെരിയാറിലും അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അത് പ്രാദേശികമായ സമൂഹങ്ങളെയും നമ്മുടെ പ്രാദേശിക സമൂഹങ്ങളെയും പൗര ശാസ്ത്രജ്ഞരെയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൊരു ജനകീയത ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ജനകീയ പ്രവർത്തനങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരണം. സാറിന് വിദ്യാഭ്യാസ മേഖലയിലും കുറേയേറെ സംഭാവനകളുണ്ട്. അപ്പോൾ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും കൂടി ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, +2 കഴിയുന്ന ഉടനെ കുട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അത് പല റിപ്പോർട്ട്സും ഉണ്ട്, അത് നല്ല സർവകലാശാലകളിലോ കോളേജുകളിലോ അല്ല അവർ പോകുന്നത്, കൂടുതലും അവർ പണിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടന്നൊരു അൺസ്കിൽഡ് മൈഗ്രേഷൻ പോലെയല്ല, അതിനെക്കാട്ടിലും ഭീകരമല്ലേ ഇത്? കാരണം ഇവർ വൻ തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം, പിന്നെ നമ്മുടെ വരും തലമുറ ഒരു അൺസ്കിൽഡ് പോപ്പുലേഷനായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. ഒരു വലിയൊരു ക്രിട്ടിക്കൽ ഫേസിൽ കൂടെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം കടന്നു പോകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ 3 വർഷം ഉണ്ടായ ഡിഗ്രിയെ 4 വർഷമായിട്ട് മാറ്റുന്നത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതല്ല വേണ്ടതെന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത പ്രോഗ്രാമുകളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഡിഗ്രി പ്രോഗ്രാം ആയാലും PG പ്രോഗ്രാം ആയാലും വിദ്യാർത്ഥികളും അതാ പറയുന്നത്, ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകളോ സിലബസോ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കൺവെൻഷണൽ കോഴ്സുകൾക്ക്, കൺവെൻഷണൽ പ്രോഗ്രാമുകൾക്ക് ഇനി എന്ത് പ്രസക്തി എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇപ്പം നമുക്ക് അപ്പോൾ ഒരു ഉടച്ചു വാർക്കലെന്ന് പറയുന്നത് ഈ 20 വർഷം മുമ്പ് അമേരിക്കയിൽ നടപ്പിലാക്കിയ 4 വർഷ സംവിധാനമാണോ നമുക്ക് വേണ്ടിയിരുന്നത്, അതോ +2 കഴിയുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് നമ്മളെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോവുകയാണെന്നുള്ളൊരു പുനർവിചിന്തനം ഇനിയെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇല്ലെങ്കിൽ രണ്ടാമത്, ഈ കുട്ടികളിപ്പോൾ പഴയ കുട്ടികളല്ലല്ലോ, അവർ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളെയും കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നവരാണ്. അവരുടെ മൊബൈൽ വഴി അവരുടെ നോളജ് സെർച്ച് എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്, അധ്യാപകനേക്കാളും വളരെ എഫിഷ്യൻറ്റുമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ പുതിയ മേഖലകൾ കണ്ടെത്തും. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ ആ ഒരു ഉറപ്പില്ല. കാരണം ഒരുപാട് തൊഴിലുള്ള, കാരണം നമ്മുടെ അവിടെ തന്നെ ഒരു ഡ്രൈവർ ആയാലും ഒരു പിയൂൺ ആയാലും അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്, PG ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു മാറ്റമാണ്. കാരണം തൊഴിലില്ലായ്മ അത്രയും പ്രത്യേകിച്ച്, പിന്നെ നമുക്ക് എല്ലാവർക്കും സർക്കാർ തൊഴിൽ തന്നെ വേണം. കേവലം പഠിച്ചിറങ്ങുന്ന 5% പോലും സർക്കാർ ജോലിക്കുള്ള വേക്കൻസി ഇല്ലാത്തൊരു രാജ്യത്താണ് നമ്മളെല്ലാവരും ഇത് മാത്രം സ്വപ്നം കാണുന്നതെന്നുള്ളതും കൂടി ആലോചിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് പുതിയ പ്രോഗ്രാമുകൾ വരിക. എന്താണോ മാർക്കറ്റിൽ ഇപ്പോൾ ആവശ്യകത, അതനുസരിച്ച് നമ്മൾ ഈ പ്രോഗ്രാമുകൾ റീഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. രണ്ടാമത്, വലിയൊരു മാറ്റം നമ്മുടെ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കൺവെൻഷണൽ കോഴ്സുകൾക്കും കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലും എല്ലാ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെല്ലാം ഡിഗ്രി കോഴ്സുകളിൽ ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെ ആപ്ലിക്കേഷൻ കുറയുന്നു. പകുതി സീറ്റുകൾ മാത്രമേ പല സ്ഥലങ്ങളിലും ഫില്ലാവുന്നുള്ളൂ. ഈ മാറ്റം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ പുതിയ കോഴ്സുകളിലേക്ക് വരണം.
കോഴ്സസ് എന്താണോ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് ചിലപ്പോഴെങ്കിലും ചെറിയ സമയത്തേക്ക് അങ്ങനെ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ തുടങ്ങാൻ തയ്യാറാകണം. നമ്മൾ പുതിയ പിന്നെ ഒരു വർക്ക് കൾച്ചർ സ്കില്ലിങ് പുതിയ വിദ്യാഭ്യാസത്തിൽ പറയുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നു. ഒരു അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുന്നു. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കോളേജുകൾ ഒരുക്കുന്നുണ്ട്. ഇപ്പം കെട്ടിടങ്ങൾ ഒരുക്കിയാലും ഇതിന് വേണ്ട സ്റ്റാഫ്, അധ്യാപകർ അതിന് കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്സ് മെയിൻ എടുക്കുന്ന ആൾക്ക് സബ് കെമിസ്ട്രിയാണ്, അയാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് മതി. സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സ് അവിടെ ഉണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റുമോ? ഉണ്ട്. അത് ശരിയാണ്. കാരണം നമ്മൾ വിദ്യാഭ്യാസ നയത്തിൽ 4 വർഷത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി, അതിനകത്തുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഓപ്ഷൻസിൻ്റെ പരിമിതി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ആ പരിമിതി മറികടക്കാനുള്ള സംവിധാനം അതിനകത്ത് പറയുന്നുണ്ട്. അത് സ്കൂളുകളുടെയും കോളേജുകളുടെ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കും അവന് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് വേറെ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുകയും ആ ക്രെഡിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സംവിധാനം ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കി തുടങ്ങുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആശയങ്ങളോടൊപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻഡ് മാൻ പവറും ട്രെയിൻഡ് ടീച്ചേഴ്സും അതിനകത്തുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് 3 സാറ് പറഞ്ഞ പോലെ 3 വർഷം എന്നുള്ളത് 4 വർഷം ആയെന്നേ ഉള്ളൂ, പഴയ രീതി തന്നെയാണ്. ആണ്. അപ്പോൾ അതിനകത്ത് ആ കോഴ്സുകൾ നിലനിർത്തുന്നതിൽ കാര്യമില്ല എൻ്റെ അഭിപ്രായം. ആ കോഴ്സുകൾ പിന്നെ പൂർണ്ണമായിട്ടും ഉടച്ചു വാർക്കുകയും ഇപ്പോൾ എന്താണോ നമുക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് കുട്ടികൾക്ക് കൂടുതൽ സ്കില്ല് കൊടുക്കാനും പഴയതുപോലെ അല്ലല്ലോ. ഒരു ഡിഗ്രി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഡിഗ്രി വെച്ചിട്ട് കുട്ടിക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനിയുള്ളത്. അതേസമയം കുട്ടിക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് വെച്ചിട്ട് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ബ്ലൂ എക്കണോമി അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷേ ഇത് എത്രമാത്രം നടപ്പാകുന്നുണ്ട്? ഇതിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ബ്ലൂ എക്കോണമി എനിക്ക് ലോകത്തെ മിക്കവാറും സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം സമുദ്രത്തിനെയാണ് പുതിയൊരു വികസനത്തിനുള്ള പുതിയൊരു മാധ്യമമായിട്ട് കണക്കാക്കുന്നത്. അത് കേന്ദ്ര സർക്കാരും ഈ ബ്ലൂ എക്കോണമിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു മാറ്റം പ്രധാനമായിട്ട് വരുന്നത് സമുദ്രങ്ങളാണല്ലോ. ഈ ഭൂമിയിലെ 70% സമുദ്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സമുദ്രങ്ങളിലേക്ക് തന്നെ ആയിരിക്കണം നമ്മളിനി ഭാവിയിലുള്ള ഈ പ്രധാനപ്പെട്ട സാമ്പത്തിക വികസനത്തിലൊരു മേഖലയായിട്ട് കണക്കാക്കേണ്ടത്. അതിന് പല മേഖലകളാണ് ഇതിനകത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ടൂറിസമാണ്. നമുക്കറിയാം തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസത്തിന് വളരെയധികം വികസന സാധ്യതയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. രണ്ടാമത് ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോഴും ടാപ്പ് ചെയ്യാത്തൊരു വലിയ എനർജി എന്ന് പറയുന്നത് തിരമാലയിലെ ഊർജ്ജമാണ്. അതുപോലെ തന്നെ കാറ്റുമായിട്ട് ബന്ധപ്പെട്ട വിൻഡ് എനർജി നമ്മളിപ്പോഴും വെക്കുന്നത് മലമ്പ്രദേശങ്ങളിലാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ എനർജി ആവശ്യത്തിൻ്റെ പലതും നല്ലൊരു ശതമാനം ഇപ്പോൾ കടലിൽ നിന്നാണ് വരുന്നത്. കടലിൽ നിന്ന് ആഴം കുറഞ്ഞ സമുദ്രഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന വിൻഡ് ഫാമുകളാണ് വലിയൊരു സ്രോതസ്സായിട്ട് മാറുന്നത്. അതിനുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. പിന്നെ വരുന്നത് അക്വാകൾച്ചറാണ്. കരയിൽ കൃഷിയിടങ്ങൾ കുറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടലിലേക്ക് കൃഷി വ്യാപിപ്പിക്കേണ്ടി വരും. അതിനകത്ത് വരുന്നൊരു വലിയ മാറ്റം ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ തന്നെ ഈ ബ്ലൂ എക്കോണമിയിലും പ്രത്യേകിച്ചും PMSSY എന്ന് പറയുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എന്ന് പറയുന്ന സ്കീമുണ്ട്. അതിനകത്ത് ഒരുപാട് തുക മാറ്റി വെച്ചിരിക്കുന്നത് കടൽ പായൽ കൃഷിക്കാണ്. കാരണം വെജിറ്റേറിയൻസ് ഇപ്പോഴും നമ്മൾ എല്ലാം വെജിറ്റബിൾസും കരയിൽ നിന്ന് മാത്രം വരുമെന്നുള്ള ലീഫ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് കടലിൽ നിന്നാണ്. ഈ കടൽ പായലുകൾ വലിയൊരു സോഴ്സാണ്. ലോകമെമ്പാടും ഡിമാൻഡും ഉണ്ട്. അങ്ങനെ ലോകം മുഴുവൻ മാറുകയാണ്. കഴിഞ്ഞ വർഷത്തെ കുറച്ച് വർഷങ്ങളിൽ ലോകത്തെ മൊത്തം മത്സ്യകൃഷിയിൽ നിന്നുള്ള വരുമാനം നോക്കിക്കഴിഞ്ഞാൽ, അതിനുള്ള കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് ഈ കടൽ പായൽ കൃഷിയിൽ ഉണ്ടാകുന്നുണ്ട്. അതൊരു വലിയ സാധ്യതയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കടൽ കൃഷിയിലേക്കും പ്രത്യേകിച്ചും കടൽ കൃഷിയിൽ തന്നെ മൾട്ടിട്രോഫിക് അക്വാകൾച്ചർ എന്നൊരു സാധനമുണ്ട്. അതായത് തന്നെ ഒരു കൂടിനകത്ത് തന്നെ നമുക്ക് ചിപ്പി കൃഷി ചെയ്യാം, മത്സ്യങ്ങൾ കൃഷി ചെയ്യാം, കടൽ പായലും കൃഷി ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സങ്കര കൃഷി രീതിക്കും ഒരുപാട് പ്രാധാന്യം വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. അങ്ങനെ ഇത് എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കൃഷി രീതികളിലേക്ക് മാറുന്ന ഒരു സമയവും കൂടിയാണ്. പിന്നെ ഉള്ളത് ഇല്ല, കേരളത്തിൽ അതിൻ്റെ സാധ്യതകളൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കടൽപ്പായൽ കൃഷി ചെയ്യാനുള്ള മേഖലകൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് കേരളം പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്പോട്ടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം സീ വളരെ റഫാണ്. തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് കടൽപ്പായൽ കൃഷി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മരുന്നുകളാണ്. ഒരുപാട് മരുന്നുകൾ പ്രത്യേകിച്ചും പുതിയ ജീവൻ രക്ഷാ ഔഷധങ്ങളെല്ലാം വരുന്നത് കടൽ ജീവികളിൽ നിന്നാണ്. ആ മേഖലയിലും ഗവേഷണം നടക്കുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൈനിങ്ങിലാണ്. പ്രത്യേകിച്ച് പുതിയ മൂലകങ്ങളെല്ലാം കടലിൽ നിന്ന്
കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ആ മേഖലയിൽ ഒരുപാട് ഗവേഷണവും ഒരുപാട് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ഒരു സമയവും കൂടി. അതിനെ പക്ഷേ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ ഭയത്തോടെയാണല്ലോ കാണുന്നത്. കാരണം ഈ കരയിലെ മണൽ ഖനനം ചെയ്തതിലൂടെ തന്നെ ഇപ്പോൾ ആലപ്പാട് ഒരു ഉദാഹരണം, നമുക്ക് ഒരു പല പ്രദേശങ്ങളും ഇല്ലാതായി. അപ്പോൾ ഇനി കടലിലെ മണലും കൂടെ ഖനനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കടലിലെ മണൽ ഖനനം ചെയ്യുമ്പോൾ ആ കൂടെ നമ്മളെപ്പോഴും ബ്ലൂ എക്കോണമിയെ കാണുന്നത് ഒരു എക്സ്ട്രാക്റ്റീവ് ഒരു സംവിധാനമായിട്ടാണ്. അതായത് വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു നമ്മുടെ ഒരു ഫിലോസഫി ആയിട്ട് മാറരുത്. ബ്ലൂ എക്കോണമീൻ്റെ വേൾഡ് ബാങ്ക് തന്നെ ആദ്യം പിന്നെ ഈ ആശയം കൊണ്ടുവന്ന ഗുന്ദർപോളി പറയുന്നത് ഈ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത് കടലിൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കുകയും വിഭവങ്ങളുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ആശയം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം കൂടി ചെയ്യണം. മണൽ ഖനനം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വേണ്ടി വരും. പക്ഷേ അത് ആഴക്കടൽ മണൽ ഖനനത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഈ നോഡ്യൂൾസുകൾ, മാംഗനീസ് നോഡ്യൂൾ പോലെയുള്ള കൃത്യമായിട്ടുള്ള മിനറൽസ് ഉള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുമെന്നുള്ളതിനകത്ത് വ്യത്യാസം. കാരണം ഡിമാൻഡ് അത്രയധികം കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഒരു ചലഞ്ചായിട്ട് വരുന്നത് അത് ആഴം കുറഞ്ഞ കടൽ ഭാഗങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന മേഖലയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാവും. അപ്പോൾ മത്സ്യസമ്പത്തിനെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കി പിന്നെ ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളിലേക്കും കുറഞ്ഞ രീതികളിലേക്കും മാറുക എന്നുള്ളതാണ് വെല്ലുവിളി. അതാണല്ലോ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടത്. സാർ ഇതുവരെ വിവരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കിപ്പം ശാസ്ത്രത്തിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സർക്കാരും ഭരണ സംവിധാനങ്ങളും ഒക്കെ അതേ ശാസ്ത്രബോധത്തോടെ തന്നെ ഇതിനെല്ലാം സമീപിക്കണം. ഈ കടലും ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതിയും ഉപജീവനവും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മൾ അതിനെ ഹോളിസ്റ്റിക്കായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇത്രയധികം സമയം ഇതെല്ലാം വിവരിച്ചു തന്നതിന് വളരെയധികം നന്ദി സാർ. ദിസ് ഈസ് സയൻസ് ടോക്ക് ആൻഡ് അണ്ടിൽ നെക്സ്റ്റ് ടൈം കീപ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേയിങ് ക്യൂരിയസ് for building a better tomorrow.